4 വർഷം മുമ്പ് മിസ്സിംഗായ എൻ്റെ അനിയൻ തിരിച്ചു വന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ജോജു ജോർജിന്റെ ഏറ്റവും പുതിയ ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ ചിത്രം വരവ് സിനിമയുടെ റിവ്യൂ ആണ്. ജോസഫ്, ഇരട്ട, പണി തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ജോജുവിന്റെ പെർഫോമൻസ് റേഞ്ച് മാറ്റിമറിച്ചൊരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നീണ്ട നാളത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന നായകൻ തന്റെ ഭൂതകാലത്തിൽ തനിക്കെതിരെ നടന്ന വലിയൊരു ചതിയുടെയും ഗൂഢാലോചനയുടെയും ചുരുളഴിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. സിനിമ തിയേറ്ററിൽ തന്ന പാറ്റേൺ എന്താണ്? കണ്ടിരിക്കാൻ വർത്താണോ? നമുക്കൊന്ന് പരിശോധിക്കാം. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, വലിയൊരു കുറ്റകൃത്യത്തിന്റെ പേരിൽ വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്ന നായകനിലാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. താൻ ചെയ്യാത്ത തെറ്റിനാണ് താൻ ജയിലിൽ പോയി കിടന്നതെന്നും തന്റെ ജീവിതം തകർന്നതിന് പിന്നിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലരുടെ വലിയൊരു ചതിയുണ്ടെന്നും നായകൻ തിരിച്ചറിയുന്നു. അവിടെ നിന്നാണ് സിനിമയുടെ യഥാർത്ഥ വരവ് ആരംഭിക്കുന്നത്. ആ ചതിയന്മാർ ആരൊക്കെയാണ്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? നഷ്ടപ്പെട്ടു പോയ തന്റെ കഴിഞ്ഞ കാലത്തെ തിരിച്ചു പിടിക്കാൻ തന്നെ ഒറ്റിയവരെ ഓരോരുത്തരെയായി വേട്ടയാടാൻ നായകൻ ഇറങ്ങുന്നതോടെ സിനിമ പക്ക ഒരു ആക്ഷൻ ത്രില്ലർ ട്രാക്കിലേക്ക് മാറുകയാണ്. ഇനി സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലേക്ക് വരാം. ഒന്നാമതായി പറയേണ്ടത് ജോജു ജോർജ് എന്ന നടന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. ജയിലിൽ കിടന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായതയും അതേസമയം ഉള്ളിൽ കനലായി സൂക്ഷിക്കുന്ന പ്രതികാരവും അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ശരീരഭാഷയിലും കൃത്യമായി കാണാൻ സാധിക്കും. ഇമോഷണൽ രംഗങ്ങളിലും മാസ് ആക്ഷൻ രംഗങ്ങളിലും ജോജു വന്നിട്ട് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ടാമതായി സിനിമയുടെ മേക്കിംഗും ഡയറക്ഷനുമാണ്. ഒരു സാധാരണ റിവെഞ്ച് സ്റ്റോറി ആകാൻ സാധ്യതയുള്ള ഈ ഒരു ലൈനിനെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് മിസ്റ്ററി മോഡിൽ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ പകുതിയിൽ കഥാപാത്രങ്ങളെ സെറ്റ് ചെയ്യാനും രണ്ടാം പകുതിയിൽ ട്വിസ്റ്റുകളിലൂടെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമത് ഈ സിനിമയുടെ ആക്ഷൻ രംഗങ്ങളും പശ്ചാത്തല സംഗീതവും വളരെയധികം റിയലിസ്റ്റിക് ആയ അതേസമയം തിയേറ്ററിൽ കയ്യേടി നേടുന്ന മാസ് ഫൈറ്റുകളാണ് സിനിമയിലുള്ളത്. ബിജിഎമ്മും സിനിമയുടെ മൂഡിനെ കൃത്യമായി എലിവേറ്റ് ചെയ്യുന്നുമുണ്ട്. കൂടാതെ സിനിമയുടെ ഡാർക്ക് ടോണിലുള്ള ഛായാഗ്രഹണവും എഡിറ്റിംഗും ത്രില്ലർ അനുഭവത്തെ കൂടുതൽ മികച്ചതാക്കി. എന്നാൽ സിനിമ പൂർണ്ണമായും കുറ്റമറ്റതാണോ എന്ന് ചോദിച്ചാൽ ചില നെഗറ്റീവുകളും സിനിമയിലുണ്ട്. ഒന്നാമതായി സിനിമയുടെ ലാഗാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കഥയിലേക്ക് വരാൻ സിനിമ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴും ഈ ലാഗ് ഒരു വിഷയമായി മാറുന്നുണ്ട്. നായകന്റെ ജയിൽ ജീവിതവും ഭൂതകാലവും കാണിക്കുന്ന ചില രംഗങ്ങൾ കുറച്ചുകൂടി ട്രിം ചെയ്യാമായിരുന്നു എന്ന് തോന്നിച്ചു. രണ്ടാമതായി പ്രവചിക്കാൻ സാധിക്കുന്ന ചില ട്വിസ്റ്റുകളാണ്. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കും. എന്നാൽ ചില ചതികൾ ആരാണ് ചെയ്തത് എന്ന് സിനിമയുടെ പകുതിയാവുമ്പോൾ തന്നെ ഒരു ആവറേജ് സിനിമാ പ്രേമിക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ക്ലൈമാക്സിലെ ചില രംഗങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആക്കാമായിരുന്നു എന്നൊരു ചെറിയ നിരാശയും ബാക്കിയാക്കുന്നുണ്ട് ഈ ചിത്രം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളും ചെറിയ ലാഗും മാറ്റി നിർത്തിയാൽ വരവ് തിയേറ്ററുകളിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു മികച്ച ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ജോജു ജോർജിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 3.2 ഔട്ട് ഓഫ് 5 ആണ് നമ്മൾ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.